ദ്വന്ദ്വതിദീക്ഷയാ. ദ്വന്ദ്വങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖം, ദുഃഖം, ജയം, പരാജയം, മാനം, അപമാനം, ഇതിനെയൊക്കെ സമബുദ്ധിയിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് ഉണ്ണികളെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ മനസ്സുറപ്പിച്ചു കൊണ്ടുവരാൻ മൽക്കർമ്മബിൽ മൽക്കഥയാച്ച നിത്യം മതേവസങ്കൽ ഗുണകീർത്തനാൻമേ നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേ. ഒരു വശത്ത് തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഉപാസനയിലൂടെ അതുമായി ഒട്ടിപ്പിടിക്കാൻ മനസ്സിനെ സമ്മതിക്കാതെ, ഒന്നിനോട് വൈരം കാണിക്കാതെ നിർവൈരക്തനായിട്ട് ഉണ്ണികളെ ഗേഹാത്മബുദ്ധിയിൽ നിന്നും മനസ്സിനെ ക്രമേണ ഉയർത്തിക്കൊണ്ടുവരണം. അതുകൊണ്ട് ഉണ്ണികളെ ഇത് നിങ്ങൾ മറക്കരുത്. അധ്യാത്മയോഗേന വിവിക്ത സേവയാം പ്രാണേന്ദ്രിയാത്മാഭിജയേന സദ്രിൽ സശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വൽ അസംഭ്രമാദേന യമേന വാചം. ദിവസവും കുറച്ചു നേരം അധ്യാത്മയോഗം ചെയ്യണം. അധ്യാത്മയോഗം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആരുമായിട്ട് യോഗം ചെയ്യിക്കണം? ഭഗവാന്. അത് നാമസങ്കീർത്തനം ചെയ്യണം. ഇപ്പം കുട്ടികൾ, നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാവണം. രാവിലെ എണീറ്റാൽ കുളിച്ചിട്ടില്ലെങ്കിലും വിരോധമില്ല. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഭക്തി എന്നൊക്കെ നിങ്ങൾ ഉയരണം. കുളിക്കണം എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ മനസ്സാണ് ഉയരേണ്ടത്, ആരല്ല? ശരീരമല്ല. അപ്പം ഇനി പല്ല് തേക്കണം, കുളിക്കണം, അതൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുകയാണ്. ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, അതിനൊന്നും വിരോധമില്ല. ഏറ്റവും പ്രധാനം കുറച്ചു നേരത്തേക്ക് മനസ്സ് ഉറങ്ങാതെ മറ്റ് ചിന്തകളൊന്നും ചിന്തിക്കാതെ നാമം ജപിച്ച് ആരെ ചിന്തിക്കണം? അതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ചിട്ടയായിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടു നടക്കുക. ഇത്രയും സമയം ഞാൻ നാമം ജപിച്ചിരിക്കുന്നു. അതിനൊരു പ്രയാസം ആർക്കുമില്ല. അതൊക്കെ കുട്ടികളെ അഭ്യസിച്ച് കഴിഞ്ഞാലല്ലോ മനസ്സ് വേഗം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. വലിയ ട്രാജഡികൾ വന്നാലും നമ്മൾക്ക് മനസ്സ് നമ്മളോട് പറയും, ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പോകുന്നതാണ്, ഇതൊന്നും ട്രാജഡിയല്ല, ഇതൊക്കെ നേരത്തെ തന്നെ, ഇതൊക്കെ ഇവിടെ എങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ഒരു പ്രകൃതിയുടെ നിയമമാണ്. അതിനെ നിങ്ങൾ ട്രാജഡി എന്നൊക്കെ വിളിച്ചിട്ട് വെറുതെ കുഴപ്പമാക്കുകയാണ്. ഇത് പ്രകൃതിയുടെ സമ്പ്രദായമാണത്, അങ്ങനെയാണത്. ഓരോന്നിൻ്റെ സ്വഭാവം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ആ സ്വഭാവത്തിൽ നിന്ന് മാറാൻ അതിന് സാധ്യമല്ല. ഒരിക്കലൊരു മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കുറേ സ്ഥലങ്ങൾ, ഒരു കുളമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ 2 രോഗികൾ, വലിയ അപകടം പിടിക്കാത്ത രോഗികൾ, അവരിങ്ങനെ ആ പറമ്പിലൊക്കെ നടന്ന് കുളത്തിൻ്റെ അടുത്ത് കൂടെ പോയി. അതിലൊരു രോഗി പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി. ഒരുത്തൻ ചാടി, രണ്ടാമത്തെ രോഗിയും വേഗം ചാടി. അപ്പം ആദ്യത്തവന് നീന്തലൊന്നും അറിയില്ല, അവൻ വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയി. രണ്ടാമത്തവൻ പോയി അവനെ പൊക്കി കൊണ്ടുവന്നു, നേരെ റൂമിലാക്കി. അപ്പോഴേക്ക് ഈ വിവരമൊക്കെ അറിഞ്ഞ് ഡോക്ടർമാരൊക്കെ ഓടി വന്നു. ഉടനെ അവിടെ വെച്ച് ഈ ചാടി രക്ഷപ്പെടുത്തിയവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്, ഇവിടുത്തെ ഒരു രോഗി വളരെ നോർമലായിട്ട് പെരുമാറി എന്നുള്ളത്. നിങ്ങളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്വഭാവമാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. കാരണം ഒരു മാനസിക രോഗി ഒരിക്കലും വേറൊരു മാനസിക രോഗിയെ രക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഉറപ്പില്ല. പക്ഷെ അങ്ങ് വളരെ പക്വതയോടുകൂടി പെരുമാറിയോണ്ട് ഞങ്ങൾക്കൊരു തെറ്റ് മനസ്സിലായി, അങ്ങൊരു ആരല്ല, രോഗിയല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളൊരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സന്തോഷ വർത്തമാനം പറയുമ്പോഴേക്കും ഒരു സ്റ്റാഫ് ഓടി വന്നിട്ട് എന്തോ ഡോക്ടറുടെ ചെവി പറഞ്ഞു. ഒരു നിമിഷം ഡോക്ടർ പറഞ്ഞു, അങ്ങയോട് എങ്ങനെയാണ് പറയാൻ എനിക്കറിയില്ല, ഒരു ദുഃഖവർത്തമാനം കൂടി പറയാനുണ്ട്. അപ്പോൾ ഈ രക്ഷിച്ച രോഗി ഇങ്ങനെ ഡോക്ടറുടെ കണ്ണിലേക്ക് നോക്കി. എന്താവോ സന്തോഷ വർത്തമാനം? സന്തോഷ വർത്തമാനം എന്താണെന്ന് വെച്ചാൽ, അങ്ങ് ഈ രോഗിയെ രക്ഷപ്പെടുത്തിയതുകൊണ്ട്, വളരെ നോർമൽ മനസ്സുള്ള ഒരാളായതുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്വതന്ത്രരാക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്നാൽ അങ്ങേക്കൊരു ദുഃഖവർത്തമാനം കൂടിയുണ്ട്. അതെന്താണ്? അങ്ങ് രക്ഷിച്ച രോഗിയുണ്ടല്ലോ, അയാൾ ബാത്റൂമിൽ തൂങ്ങി മരിച്ചു കളഞ്ഞു. ഉടനെ നമ്മുടെ രക്ഷിച്ച രോഗിയില്ലേ, സാർ അയാൾ തൂങ്ങി മരിച്ചതല്ല, ഞാൻ ഉണങ്ങാൻ വേണ്ടി തൂക്കിയിട്ടതാണെന്ന്. അയാൾ കുറച്ചു നേരം വെള്ളത്തിൽ കിടന്നിട്ടേ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡോക്ടർ അപ്പം ബോധം കെട്ട് വീണു. ചിലതൊന്നും നേരെയാക്കാൻ സാധ്യമല്ല. അത് പ്രകൃതിയുടെ നിയമപ്രകാരം അതങ്ങനെ പോകും. അതെന്തുകൊണ്ട് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, അതങ്ങനെ സംഭവിക്കണമെന്ന് പ്രകൃതിയുടെ നിയമമാണ്. ആർക്കും ഇതിനൊന്നും മാറ്റിയെടുക്കാൻ, ഈ ശരീരം എന്തൊക്കെ അനുഭവിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ എഴുതി വെക്കണം. പ്രകൃതി എങ്ങനെയാണ്. അതുകൊണ്ട് ട്രാജഡികളല്ല സംഭവിക്കുന്നത്,
നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ വന്ന് ഇതിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഉണ്ണികളെ എന്ത് വേണം? നാം ഇതിലൂടെ കടന്നു പോകുന്ന സമയത്തും മനസ്സ് തളരാത്ത വിധത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അധ്യാത്മയോഗേന വിവിക്ത സേവയാ. വിവിക്ത സേവ എന്ന് പറഞ്ഞാൽ അർത്ഥം ആരും ഡിസ്റ്റർബ് ചെയ്യാൻ ഇല്ലാത്തൊരു സ്ഥലം. പണ്ട് കാലത്ത് നമുക്ക് പൂജാമുറികളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ. ഇന്നിപ്പോൾ ഫ്ലാറ്റ് വന്നതോടുകൂടി ഒരു വിവിക്ത സേവ ഇല്ല. കാരണം ആകെ 2 മുറിയേ ഉള്ളൂ. അതൊന്ന് ബെഡ്റൂമായിപ്പോയി, ഒന്ന് ഫ്രണ്ട് റൂമായിപ്പോയി, പിന്നെയുള്ള റൂം അടുക്കളയാണ്. അപ്പോൾ വിവിക്ത സേവ എന്ന് പറയുന്നത് ഇപ്പോൾ മിക്കവാറും നമുക്ക് വീടുകളിൽ ഇല്ലാതെയായിപ്പോയി. ഇനി എവിടെ ഇരുന്നിട്ട് നാമം ചെല്ലാൻ പറ്റും? അകത്ത് കടന്നുറങ്ങുന്നവരുടെ ഫ്രണ്ടിൽ ചിലപ്പോൾ പിള്ളേർ കടന്നുറങ്ങേണ്ട, അകത്ത് മറ്റുള്ളവർ കടന്നുറങ്ങുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് രാവിലെ തന്നെ ഓം വിശ്വം വിശ്വം ഷട്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികകാലം ഈ ഭൂതത്തിന് ചൊല്ലേണ്ടി വരില്ല. കാരണം അവർക്കിതൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് വേണം? അവരൊക്കെ പോയതിന് ശേഷം ഇന്ന സമയത്തെ നാമം ജപിക്കാവുന്നൊന്നും എഴുതിയിട്ടില്ല. രാവിലെ നല്ലതാണ് ജപിക്കുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയം നോക്കി, വീട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമല്ലോ, ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട്, ആരും ഇല്ലാത്ത സമയം എന്ന് പറഞ്ഞ സമയം അതെപ്പോഴാ? അത് പകലുണ്ടാവില്ലേ ജോലി ചെയ്യാത്തവരാണെങ്കിൽ? അപ്പം എനിക്ക് കടന്നുറങ്ങണം. അവരോടൊന്നും പിന്നെ ഒന്നും പറയാനില്ല. അല്ല, പിന്നെ ആരും ഇല്ലാത്ത സമയത്ത് പിന്നെ എനിക്ക് TV കാണണ്ടേ? അതൊന്നും നിങ്ങൾ കാണാത്തവരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം അതിനൊക്കെ അനുസരിച്ച് നമ്മുടെ സമയത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിവിക്ത സേവയാ പ്രാണേന്ദ്രിയാഭിജയേന സദ്രിൽ സശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വൽ അസംഭ്രമാദേന യമേന വാചം. ഇപ്രകാരം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട്, ഇവിടെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതിരിക്കുക എന്നല്ല അർത്ഥം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ആചരിച്ച് ജീവിക്കുക. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നാണ് അർത്ഥം. ആനന്ദമാണ് ഭഗവാൻ, ആനന്ദമാണ്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം. ആനന്ദമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഉപനിഷത്തിൽ പറയും, ആരാ ഭഗവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും അന്തരാത്മാവായി നിറഞ്ഞിരിക്കുന്ന ആ ശക്തി തന്നെയാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് ബ്രഹ്മചര്യം എന്നുള്ള ശബ്ദത്തിന് ഉപനിഷത്തിൽ പറയും, തൈത്തിരീയോപനിഷത്തിൽ, ആനന്ദോ ബ്രഹ്മേതി വ്യജാനൽ ആനന്ദേ ദേവകല്യമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാനാതി ജീവന്തി ആനന്ദം പ്രയന്ത്യഭിസംവിശന്തീതി സൈഷാ ഭാർഗവി വാരുണീ വിദ്യ. ഇത് തൈത്തിരീയോപനിഷത്തിലെ മന്ത്രങ്ങളാണ്. അവിടെ പറയും ആനന്ദം ബ്രഹ്മേതി. മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല, ഉണ്ടോ? ഈശ്വരൻ എന്ന് പറയുന്നത് ആനന്ദമാണ്. നമ്മളൊക്കെ വന്നത് എങ്ങനെയാണ്? ആനന്ദേന ഖല്ലിമാനി ഭൂതാനി ജീവന്തി. എല്ലാ ജീവനും ജീവിക്കുന്നത് ആനന്ദത്തിലാണ്. എല്ലാ ജീവനും വന്നിരിക്കുന്നത് ഭൂതാനി ജായന്തി. ഭൂതങ്ങൾ വരുന്നത് ആനന്ദത്തിൽ നിന്നാണ്. മനസ്സിലാവും നമുക്ക്. സുഖത്തിന് വേണ്ടിയിട്ടല്ലേ എണ്ണ ചേരുന്നത്, അല്ലേ? കുടുംബം കൊണ്ട് നടക്കുന്നത് സുഖത്തിന് വേണ്ടിയിട്ടല്ലേ? അപ്പം ആനന്ദത്തിൽ നിന്ന് വന്ന് ആനന്ദത്തെ അന്വേഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ എല്ലാവരും ഇവിടെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളത് പ്രകടിപ്പിക്കാൻ പഠിപ്പിച്ചാൽ മതി മനസ്സിനെ. അങ്ങനെ ആനന്ദം പ്രകടിപ്പിച്ച്, അതായത് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുക. അതാണ് ശരിക്കുള്ള ബ്രഹ്മചര്യം. കല്യാണവുമായി ബന്ധപ്പെട്ടതല്ലത്. അതുകൊണ്ട് ശ്രീകൃഷ്ണനെ വിളിക്കുന്നത് നിത്യബ്രഹ്മചാരി എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു നാമമാണ് നിത്യബ്രഹ്മചാരിണേ നമ. ഭഗവാൻ അതാ വിളിക്കുക. അപ്പം നിത്യബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ നിത്യവും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവനാരോ. അല്ലാതെ ഭഗവാൻ വിവാഹം കഴിക്കാത്തവനാണോ? ആ ഡെഫിനിഷൻ തെറ്റില്ലേ? നമ്മുടെ ഭാരതത്തിലുണ്ടല്ലോ ബ്രഹ്മചാരി എന്നൊക്കെ പറയുമ്പോൾ ഈ അർത്ഥത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആളുകൾ അതിനെ വേറെ രീതിയിൽ അർത്ഥമൊക്കെ കൊടുത്തു. ശരി, എന്നാൽ വിദ്യാഭ്യാസം പഠിക്കുന്ന കാലത്ത് ബ്രഹ്മചര്യം എന്ന് പറയും അതിനെ. അതെന്താണെന്ന് വെച്ചാൽ ശ്രദ്ധ മുഴുവൻ വിദ്യാഭ്യാസത്തിലേക്ക് തിരിക്കുന്നവരെയും ബ്രഹ്മചാരികൾ എന്ന് പറയും. അവരുടെ ഫുൾ എനർജി അതിലേക്ക് തിരിക്കുന്നവർ. ഏതായാലും ഉണ്ണികളെ, അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? കർമാശയം ഗ്രന്ഥയ ഗ്രന്ഥിബന്ധ അവിദ്യയാ സാധിതമപ്രമത്താം അനേന യോഗേന യഥോപദേശം സമ്യൽ വ്യബോഹ്യോ പരമേതയോഗൽ. കർമാശയം ഗ്രന്ഥിബന്ധം അവിദ്യയാ സാധിതമപ്രമത്താം. ഈ മനസ്സെന്ന് പറയുന്നത് ഉണ്ണികളെ കുറേ മോഹങ്ങളും കുറേ കർമ്മങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെ പലതിനോടുള്ള അറ്റാച്ച്മെൻറ്റിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സംഘങ്ങളാണത്.
അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അവിദ്യയാസാധിതമപ്രമത്ത, ഈ മനസ്സിനെ അതിൽ നിന്നും നമുക്ക് മുക്തമാക്കേണ്ടതുണ്ട്. അതെങ്ങനെ സാധിക്കുള്ളൂ? അനേന യോഗേന യഥോപദേശം, ഗുരുക്കന്മാരിൽ നിന്ന് ഉപദേശം വാങ്ങിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അനേന എന്ന് പറഞ്ഞാൽ അനന്യം എന്ന് പറഞ്ഞാൽ അന്യമല്ലാത്ത വിധത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ട്, യോഗേന അങ്ങനെ ഭഗവാനുമായിട്ട് യോഗം ചെയ്തുകൊണ്ട് ഉണ്ണികളെ ക്രമേണ ഉപരമേത, മനസ്സിനെ ഈ ലൗകിക ചിന്തകളിൽ നിന്നും ഉപരമിപ്പിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമായി. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഉണ്ണികളെ പുത്രാംശ ശിഷ്യാംശ നിർഭോ ഗുരുർവാ മല്ലോകകാമോ മതനുഗ്രഹാർത്ഥ ഇത്തം വിമന്യൂരജിക്ഷിതാജ്ഞാൻ നയോജയേൽ കർമ്മ സുകർമ്മമൂഢൻ. പുത്ര, ഭാര്യ, അതുപോലെ ഭാര്യ ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ അതിൽ മാത്രം ജീവിതം കണ്ടെത്തിക്കഴിഞ്ഞാൽ കർമ്മമൂഢനായിട്ട് അവൻ ജീവിതം നശിപ്പിക്കും ഉണ്ണികളെ. അവൻ്റെ ജീവിതം അവൻ ഉയർത്താൻ അവന് സാധ്യമല്ല. ഇന്നാണെങ്കിലോ ലോകം എന്ന് പറയുന്നതോ ലോകസ്വയം ശ്രേയസി നഷ്ടദൃഷ്ടി യോ വർത്തൻ സമീഹേത നികാമകാമാം അന്യോന്യവൈര്യസുകലേശഹേതോ അനന്തദുഃഖം നജവേദമൂഢ. ഈ ലോകത്തിൻ്റെ ദൃഷ്ടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയുള്ള ദൃഷ്ടി? ഏത് ശ്രേയസി, എന്താണ് ശ്രേയസ് എന്ന് ആളുകൾക്കറിയില്ല. ആളുകൾ ശ്രേയസ് എന്ന് കരുതുന്നത് അവിടെ എത്തുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവും ഇത് എന്തല്ല, ശ്രേയസ്സല്ല, ഇത് നമുക്ക് പരമസുഖം തരുന്നതല്ല, ഇത് ദുഃഖവും വിഷമങ്ങളും തരുന്നതാണ്. അപ്പം നമ്മളെ മുന്നിൽ ഒരു എയിം വെച്ചുകൊണ്ട്, ഒരു ഗോൾ വെച്ചുകൊണ്ട്, ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുമ്പം ആ ലക്ഷ്യത്തിലെത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇതായിരുന്നില്ലേ ശരിക്കുള്ള ഒരു ലക്ഷ്യം എന്ന് മനസ്സിലാവുന്നത്. ആളുകളാണെങ്കിലോ അത് മനസ്സിലാവാതെ സ്വയം ശ്രേയസി നഷ്ടദൃഷ്ടി സമീഹേത നികാമകാമ ഓടുകയാണ്. അത് തന്നെ ലക്ഷ്യം എന്ന് കരുതി. എന്താ ഉണ്ടാവുന്നത്? അന്യോന്യവൈര്യ സുഖലേശഹേതോ. പുറമേക്കെല്ലാ പ്രൗഢിയും ആർഭാടങ്ങളും ഉണ്ട്, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലോ എന്നും ദുഃഖങ്ങളും വിഷമങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളും ഓരോ വിഷമങ്ങളാണ് കൊണ്ട് നടക്കുന്നത്. ഉള്ളിൽ ഇരുത്തിയാണ്. പുറമേക്കാണെങ്കിൽ ഒരു വിടർന്ന പൂവിനെ പോലെയാണ്. വാസ്തവത്തിൽ അവർ ഒരു മിഥ്യയായ ജീവിതമാണ് നയിക്കുന്നത്. മത്സരബുദ്ധിയും ഇതൊക്കെയാണല്ലോ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉണ്ണികളെ നിങ്ങൾ അവരെ അനുകരിക്കരുതെന്നാണ് പറയുന്നത്. ഒരിക്കലൊരു ഗർഭിണിയായ മുത്തശ്ശി പ്രസവിച്ചതില്ല. അവർ ആ ഗർഭം പുറത്തേക്ക് വന്നില്ല. ഒരു 10-20 വയസ്സിൽ അവർക്ക് ഗർഭിണിയായത്. അവർ ആ അമ്മ പ്രസവിക്കാതെ 80-85 വയസ്സായപ്പോൾ അമ്മ മരിച്ചു. അപ്പം അമ്മ മരിച്ചതിന് ശേഷം വരുന്നു ഓപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അമ്മയെ. എന്താ ഗർഭപാത്രത്തിൽ നടന്നതെന്ന് അറിയണമല്ലോ. അപ്പം നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് 2 കിളവന്മാർ എണീറ്റ് വന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്. ഇരട്ടക്കുട്ടികളാണ്. അവർ കിളവന്മാരായിരിക്കും അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. അപ്പോൾ അവർ 2 പേരെയും ഡോക്ടർമാർ പുറത്തെടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ പുറത്തു വരാഞ്ഞതെന്ന്. അപ്പോൾ ഒരുത്തൻ പറയാണ്, ഞാൻ പുറത്തു വരണം എന്ന് വിചാരിച്ച് പുറത്തേക്ക് കിടക്കുമ്പോൾ മറ്റവൻ വലിച്ചു കയറ്റുകയാണ് അത്രേ. അപ്പം ഞാൻ പുറത്തു വരണം എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ അവനെയും വലിച്ചു അവൻ എന്നെ വലിച്ചപ്പോൾ ഞാൻ അവനെയും വലിച്ചു. അങ്ങനെ ഈ മത്സരം നടന്ന് അവർക്ക് 2 പേർക്കും പുറത്തു വരാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് പ്രായം വന്ന് എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുക, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ പോകാൻ പറ്റുള്ളൂ, കാരണം രൂപ അത്രയായിട്ടുള്ളൂ, ഇനി എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ലോകം എന്ന് പറയുന്നത്. അവർ ഓടി മത്സരിക്കുന്ന സമയത്ത് ആ ഗർഭത്തിൽ കടന്ന വൃദ്ധന്മാരുടെ മനസ്സ് പോലെയായിരിക്കണം. ശരീരം കൊണ്ടൊക്കെ വലുതായിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ചെറുതായിട്ട് മത്സരവും അതും ഇതൊക്കെ ആയിട്ട് പോരൊന്നും വിട്ടുപോകുന്നില്ല. ഇതിനുണ്ടോ ഒരു അവസാനം? ഈ ലോകത്തിലേക്ക് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇതല്ലേ കാണുന്നത്. അങ്ങോട്ടും മത്സരം ഇങ്ങോട്ടും മത്സരം. ഇതാ കോടതിയിൽ പോയാൽ അതല്ലേ കാണാൻ പറ്റുന്നത്. എവിടെ ഇതിനൊക്കെ ഒരു അവസാനമുള്ളത്? അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ ഇവരൊന്നും ഫോളോ ചെയ്യരുത്. നിങ്ങൾക്ക് വ്യക്തമായൊരു എന്ത് വേണം? ജീവിതം എന്തിനാണെന്ന് മനസ്സിലാവണം. ഇതെന്തിനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? കാരണം ഇത് പറഞ്ഞു തന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ അച്ഛൻ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. നല്ലൊരു ശ്ലോകമാണ്, 18ാമത്തെ ശ്ലോകം. എല്ലാവരും ഓർത്തു വയ്ക്കേണ്ട ഒരു ശ്ലോകമാണ്. ഗുരൂനനസ്യൽ സ്വജനോനനസ്യൽ പിതാനനസ്യൽ ജനനീനനസ്യൽ ദൈവം നനസ്യൽ ന പതിശ്ചസസ്യൽ ന മോചയേദ്യ സമുപേദ മൃത്യും. ഗുരു ന, ആ ഗുരു അല്ല. ഏതു ഗുരു? അതവിടെ നിൽക്കട്ടെ. സ്വജനം ന, ആ സ്വജനമല്ല. പിതാന്ന,
ഭർത്താവില്ലേ? ആ ആ അച്ഛൻ അച്ഛനല്ല. ജനനി എന്ന ആ അമ്മയല്ല. ദൈവം എന്ന ആ ദൈവം ദൈവമല്ല. പതി എന്ന ആ ഭർത്താവല്ല. ഏത് ഭർത്താവ്, ഏത് ദൈവം, ഏത് അമ്മ, ഏത് അച്ഛൻ, ഏത് സ്വജനം, ഏത് ഗുരു നമോജയേൽ മോചിപ്പിക്കുന്നില്ല എങ്കിൽ സമുപേത മൃത്യുവിന് വശംപ്പെട്ടിരിക്കുന്ന ശരീരബോധത്തിൽ നിന്ന് ആ കുട്ടികളുടെ മനസ്സിനെ ഉയർത്താൻ ഒരു അച്ഛനും അമ്മയ്ക്കും ഗുരുവിനും ദൈവത്തിനും പതിക്കും സാധിക്കുന്നില്ല എങ്കിൽ അവരെന്നും എന്ത് വിളിക്കരുത്? അച്ഛനെന്നും അമ്മയെന്നും ഒന്നും വിളിക്കരുത്. അപ്പോൾ ഒരു അച്ഛൻ്റെ കടമ എന്താണ്? ഒരു അമ്മയുടെ കടമ എന്താണ്? ശരീരബോധത്തിൽ നിന്നും ദുഃഖങ്ങൾക്ക് കാരണമാകുന്ന ശരീരബോധത്തിൽ നിന്നും എന്ന് വെച്ചാൽ ശരീരവുമായി ബന്ധപ്പെട്ടവർ, ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, ഇത് മാത്രമല്ല ജീവിതം. ഇതിനപ്പുറത്തേക്ക് കിടക്കാനും ആർക്ക് സാധിക്കും? മനസ്സിന് ഈ ലോകത്തിൽ നശിച്ചു പോകുന്നതിലും ചേരാൻ സാധിക്കും. മനസ്സിന് നാശമില്ലാത്ത ഭഗവാനിലേക്ക് ഉയരാൻ സാധിക്കുമെന്ന് വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ് ആര്? അച്ഛനമ്മമാർ. ഇന്ന് അങ്ങനെയുള്ള അച്ഛനമ്മമാർ കുറവാണ്. അതുകൊണ്ട് കുട്ടികൾ അച്ഛനമ്മമാരെന്ന് വിളിക്കാറുമില്ല. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛനും ഇല്ല, അമ്മയും ഇല്ലല്ലോ. ഇന്നിപ്പോൾ നമുക്ക് ഡാഡിയും മമ്മിയല്ലേ ഉള്ളൂ. ആ കാലഘട്ടത്തിലാണല്ലോ ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അച്ഛൻ എന്നുള്ള ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോകണം, നോർത്തിലേക്കൊക്കെ പോകണം. അവിടെ ഉള്ളവരാണ് ഫോണിലൂടെ സംസാരിക്കുമ്പം അച്ഛ. എനിക്ക് ആദ്യമൊക്കെ പോയപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് എത്ര അച്ഛന്മാരാണെന്ന്. കാരണം കുറേ തവണ പറയും അച്ഛ. നിങ്ങൾ ഹിന്ദിയിൽ വല്ലതും ചോദിച്ചു നോക്കൂ, ഉടനെ നിങ്ങൾക്ക് എന്താ ഉത്തരം കിട്ടുക? അച്ഛ. അങ്ങനെ ഒരു ഉത്തരം. അതേ അച്ഛ എന്നുള്ള ശബ്ദം അവിടെയേ കേൾക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്കത് കേൾക്കാൻ പറ്റില്ല. ഇവിടെ ഡാഡി മമ്മി എന്നാ കേൾക്കുക. ആ മമ്മി എന്നുള്ള വാക്കുണ്ടല്ലോ, അതിൻ്റെ അർത്ഥമായത് കുട്ടിക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. വീട്ടിലെത്തിയപ്പം മമ്മിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നൗ ഐ അണ്ടർസ്റ്റുഡ് മമ്മി മീൻസ്. അമ്മ ചോദിച്ചു, എന്താ കുട്ടാ മനസ്സിലായത്? ഈജിപ്തിലെ ശവങ്ങളാണ് അത്രേ അമ്മേ. അപ്പം അമ്മ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അല്ല, മമ്മി എന്ന് പറഞ്ഞാൽ ശവങ്ങളായിരിക്കണം. ഇതൊക്കെ ആ സംസ്കാരം നമ്മൾ ഉയരണമെങ്കിൽ കുറേയൊക്കെ ആത്മീയ സംസ്കാരം അച്ഛനമ്മമാർക്കുണ്ടാവണം. എങ്കിലേ ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? മക്കൾക്ക് കൊടുക്കണം. അച്ഛൻ്റെ മനസ്സ് തന്നെ കട്ടറിലാ കിടക്കണമെങ്കിൽ പിന്നെ അച്ഛൻ എങ്ങനെ എടുത്ത് ഉയർത്തുക മക്കളുടെ മനസ്സ്? അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സംസ്കാരം അച്ഛനുണ്ടെങ്കിലേ ഉണ്ണികളെ നിങ്ങൾ ഉയർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതം ശരീരം മമ ദുർവിഭാവ്യം സത്വം കിമേ ഹൃദയം യത്ര ധർമ്മ പൃഷ്ടോ കൃതോ മേയതധർമ്മ ആരാൾ അതോ ഹിമാം ഋഷഭം പ്രാഹുരാര്യ. ഈ ശരീരം കൊണ്ട് ഉണ്ണികളെ സുഹൃതെന്ന് പറയാലോ. എൻ്റെ ഹൃദയത്തെ ധർമ്മമാചരിച്ചുകൊണ്ട് ഉപാസനകളിലൂടെ എൻ്റെ രാജ്യഭരണത്തിലൂടെ എനിക്ക് സത്വം ഹിമേ എവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്? ഇവിടെ സത്വം എന്ന് പറഞ്ഞാൽ അർത്ഥം സമബുദ്ധിയിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആണ് എനിക്ക് ഋഷഭം എന്നുള്ള പേര് ഇന്ന് അന്വർത്ഥമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മനസ്സിനെയും നിങ്ങൾക്ക് സത്വഗുണത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് സ്വയം എവിടേക്ക് ഉയർന്നിട്ടുണ്ട്? സത്വഗുണത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ അങ്ങനെ യത്യതാചരതി ശ്രേഷ്ഠ തത്തദേവേദരോചന സയൽ പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ആദ്യം ആചരിച്ച് നമ്മൾ മറ്റുള്ളവരെയും ആചരിപ്പിക്കാൻ. ഇതാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അതുകൊണ്ട് കുട്ടികളെ, ഇനി നിങ്ങൾ ഭരതൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് രാജ്യഭരണവും അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം. നിങ്ങളുടെ ജീവിതത്തിൽ ആരെന്തു പറഞ്ഞാലും നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും നിങ്ങൾ തെറ്റിപ്പോവരുത്. ഇപ്രകാരം കുട്ടികളെ അനുഗ്രഹിച്ചുകൊണ്ട് ആ അച്ഛൻ രാജ്യഭരണം ഭരതനെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് ഭരതൻ രാജ്യം ഭരിക്കുന്നതാണ് അടുത്തത് നമ്മൾ കാണുന്നത്. ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങുമ്പോഴാണത്രേ ഈ ഭരതൻ്റെ കഥ ഭാഗവതത്തിലെ 5ാം സ്കന്ധത്തിലെ അതിഗംഭീരമായൊരു കഥയാണ്.